ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല നാടൻ പലഹാരമാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് അതിലേക്ക് 2 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. അരിപ്പൊടി ചേർക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ബാറ്റർ പെട്ടെന്ന് തയ്യാറായി കിട്ടാനായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റും നല്ലൊരു ഐറ്റമാണ് കേട്ടോ ദോശ ബാറ്റർ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഫുഡ് കളറും 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഹോട്ടലിൽ വർക്ക് ചെയ്ത് നിൽക്കുക കടയിലേക്കായിട്ട് പലഹാരം തയ്യാറാക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവർ കൂടുതൽ ക്വാണ്ടിറ്റി തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ എളുപ്പം ചെയ്തു പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ബാറ്റർ നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒട്ടും എണ്ണ കുടിക്കാത്തൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പഴമൊക്കെ ബാക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ബാറ്റർ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം. കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇനി ഇതിലേക്കായിട്ടുള്ള പഴം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പഴം ഇതുപോലെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നിവിടെ കാണിക്കുന്ന പലഹാരം ചായക്കടകളിലൊക്കെ കിട്ടുന്ന തന്നെ നാടൻ പഴംപൊരിയാണ് കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെസിപ്പിയാണ് കേട്ടോ അത്. ഇനി ഓരോ പഴം ആ ബാറ്ററിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡി ആയാൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ പഴംപൊരിയുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് നേരം കൂട്ടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയ ഉടനെ ഇതുപോലെ പഴംപൊരി പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. താങ്ക്